16 മാനുവല് 1.67 സെക്കൻഡ് ഓണർ വണ്ടി. ഇത് 10.50 കൊടുക്കാം. 10,50,000 രൂപ. 13,25. അപ്പൊ നമ്മളൊരു റീപ്ലേസും കാര്യം ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. 22,60,000 രൂപക്ക് ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി 21.60 കൊടുക്കാം. 21.60 അല്ലേ? 7.10 കൊടുക്കാം. 7.10 ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷനാ. മലയാളം മീഡിയയിലെ ഒരു ക്രിസ്റ്റ ആൻഡ് ഫോർച്യൂണർ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ ഫോളോവേഴ്സിനും സ്വാഗതം കേട്ടോ. എവിടെയാണ് സിദ്ദിഖ? ഒരു വിവരമല്ലല്ലോ ഞങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എടുത്ത് പോയതാണ്. കഴിഞ്ഞ വീഡിയോ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടോ? വണ്ടി 3-4 വണ്ടികളുണ്ട്. വെറും 3-4 വണ്ടികൾ മാത്രം, ബാക്കിയൊക്കെ സെയിലായി. സെറ്റാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഒരുപാടധികം ക്രിസ്റ്റകൾ, അതുപോലെ തന്നെ ഫോർച്യൂണർ, ന്യൂ മോഡൽ ഫോർച്യൂണർ ഉണ്ട്, അതുപോലെ തന്നെ ഓൾഡ് ഷേപ്പ് ഉണ്ട്, ഇനി താറുണ്ട്, ഇനി ചെറുവണ്ടികളും ആണെങ്കിലോ അതും നമ്മൾ എക്സ്ചേഞ്ച് നമ്മൾ എക്സ്ചേഞ്ച് നല്ല വണ്ടി 2015 മുകളിലുള്ള വണ്ടികൾ എക്സ്ചേഞ്ച് എടുക്കുന്നുണ്ട്. നല്ല വണ്ടികൾ, ക്വാളിറ്റി ഉള്ള വണ്ടികൾ നിങ്ങൾക്ക് മാർക്കറ്റിലുള്ള വണ്ടികൾ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുന്നതാണ്. എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേണേലും എടുക്കാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ക്രിസ്റ്റ ഫോർച്യൂണർ നോക്കുന്നവര് വീഡിയോ അവസാനം വരെ കണ്ടോളൂ. കമ്പനി ചെക്ക് ചെയ്യാം, മെക്കാനിക്കൽ കൊണ്ടുവരാൻ എന്തുവാണ് ചെയ്യാം. ഈ വീഡിയോയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ അറിയോ? 10.5 ലക്ഷം രൂപ മുതൽ ക്രിസ്റ്റ. 10 ലക്ഷം രൂപയ്ക്ക് 2016 19 മോഡല് 11.5 ലക്ഷം രൂപ. 19 മോഡൽ ക്രിസ്റ്റ 11.5 ലക്ഷം രൂപക്ക് വരെ തരും. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടോളൂ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് വണ്ടികൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടൂലേ? ഓക്കെ, ലൊക്കേഷന് കാര്യങ്ങളൊക്കെ ലഭിക്കും. ഓക്കെ, നെക്സ്റ്റ് വണ്ടി 2019 G മാനുവൽ, G4 മാനുവൽ. അതെ, ഇത് നമുക്ക് 11.50 കൊടുക്കാം. 2019 മാനുവൽ 11,50,000 രൂപ കേട്ടോ. ഓക്കെ, 19 മോഡലാണ്. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെന്നെങ്കിലും കിട്ടുമോ നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നോളൂ. 2016 മാനുവൽ 1.67 സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, ഇത് 10.50 കൊടുക്കാം. 10,50,000 രൂപ ക്രിസ്റ്റ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീണ്ടും 2020 മോഡല് 2.4 G ഓട്ടോ. ഓക്കെ, 1.32 ഓടിയ വണ്ടി, സിംഗിൾ ഓൺ, ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ട്, ഡിക്കി എല്ലാം ഒറിജിനൽ. 16,20 കൊടുക്കുന്നത്. 16,20,000 രൂപ. അടുത്തത് ബ്ലാക്ക് കളർ. ക്രിസ്റ്റയിൽ വളരെ റയർ ആയിട്ട് മാത്രം കാണുന്ന ഒരു കളറാണ് ബ്ലാക്ക്. ഇത് എത്ര? ഇത് 2016-17 രജിസ്ട്രേഷന് 1.68 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. ഇത് ചെറിയൊരു ക്ലെയിം ഉണ്ട്, അടിഭാഗം ചെറിയ ക്ലെയിം ഉണ്ട്. ഒരു ഡോർ മാറിക്കുന്നത് കറക്റ്റ് ആയിട്ട് പറയൂ. ഇത് നമുക്ക് 16-20 നമ്പർ ആക്കിട്ട് കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടി 16-20 സെഡ് ഓട്ടോമാറ്റിക്. അതും ബ്ലാക്ക് കളർ കേട്ടോ. വണ്ടിക്ക് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഈ ക്ലെയിം ഉള്ള കാര്യം നോക്കിയിട്ട് വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. അടുത്തതായിട്ട് വീണ്ടും സിൽവർ. അടുത്ത 2018 G മാനുവൽ. 18 G മാനുവൽ. അതെ, ഇത് 83,000 കിലോമീറ്റർ ഒരു കമ്പനി സർവീസ്. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ട്, ഇടിക്കുക എല്ലാം ഒറിജിനൽ. അതെ, എത്ര കൊടുക്കാം നമുക്ക്? നമുക്ക് 12.60 കൊടുക്കാം. 12,60,000 കൊടുക്കാം. 2018 മോഡൽ വണ്ടി. ഓക്കെ, നല്ല റേറ്റ് ആണ്. ഇത് 2019 G ഓട്ടോമാറ്റിക്. ഇത് 14.95 കൊടുക്കും. 1.39 സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നല്ലൊരു G ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അപ്പൊ സെറ്റ് ഒക്കെ എടുക്കാൻ ഇനി ക്യാഷ് ഇല്ലാത്തവർക്ക്, അത് ഓട്ടോമാറ്റിക് വേണം താല്പര്യമുള്ളവർക്ക് നമുക്ക്. ഇത് 2018 G ഓട്ടോ 18. ഓക്കെ, G ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് 13.75 കൊടുക്കാം. 13.75. 1.49 സിംഗിൾ ഓണർ, കമ്പനി സർവീസും കാര്യമുള്ള വണ്ടി. ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല അല്ലേ? അപ്പൊ അടുത്ത വീണ്ടും സിൽവർ. ഗ്ലാസ് മാറിക്കുന്നുണ്ട്. ഓക്കെ, ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ബാക്കിയൊക്കെ കമ്പനി ഒരു ഇതെല്ലാം ഡെലിവറി വണ്ടിക്ക് ഉണ്ടാവുന്നതാണ്. അതർ സ്റ്റേറ്റ് വണ്ടികൾ നോക്കുമ്പോൾ ചെറിയ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ മെയിൻ ആയിട്ട് ഗ്ലാസ് ആണ്. പക്ഷെ നമ്മൾ ഇത്രയും വണ്ടി ഒരൊറ്റ വണ്ടിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ മാറി, ബാക്കി 16 വണ്ടിന്റെ മാറിയിട്ടില്ല. ഇല്ല, എല്ലാം ഒറിജിനൽ. ഇവിടെ ഉള്ള ഒരൊറ്റ വണ്ടിന്റെ ഗ്ലാസ് മാത്രമേ എടുത്തു പറഞ്ഞു. ഇങ്ങനെ വണ്ടികൾ കിട്ടണേ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. തെരഞ്ഞു നോക്കി, ഹിസ്റ്ററിയൊക്കെ നോക്കി, ഇനി അവര് ചെക്ക് ചെയ്തോട്ടെ. വർക്ക്ഷോപ്പിലോ എവിടെ പോലെ 10 മിനിറ്റ് കൊണ്ട് വണ്ടി സെയിലായി. അതില്ലെങ്കിൽ ആ ചെക്കപ്പ് ഇവിടെ ഫുള്ള് ചെക്ക് ചെയ്ത് കമ്പനി കൊണ്ടുപോയി ടയോട്ടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് എവിടെയാണോ എവിടെ കൊണ്ടുപോയിട്ട് വേണം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് എടുത്തോളൂ. നോ പ്രോബ്ലം അല്ലേ? ഓക്കെ, അത് 2018 സെറ്റ് ഓട്ടോമാറ്റിക് 1.70 ഓടിക്കുന്നത് സെക്കൻഡ് ഓണർ വണ്ടി. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ട്, ഡിക്കി എല്ലാം ഒറിജിനൽ, റീപ്ലേസ് ഇല്ല. എത്ര കൊടുക്കാം നമുക്ക്? ഇത് 15,60 കൊടുക്കാം. 15,60,000 രൂപ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ക്രിസ്റ്റയിൽ റയർ ആയിട്ട് മാത്രം കാണപ്പെടുന്ന ഒരു വാഹനമാണ് സ്പെഷ്യൽ എഡിഷൻ ടൂറിംഗ് സ്പോർട്ട്. 2017-18 രജിസ്ട്രേഷൻ, വെറും 89,000 കിലോമീറ്റർ. 89,000 കിലോമീറ്റർ വണ്ടി. അതെ, നല്ല വൃത്തിയുള്ള നല്ല വണ്ടി. ഓക്കെ, ഇത് എത്ര ഗ്ലാസ്, ഡോർ, ബോണ്ട്, ഇടിക്കുക എല്ലാം റീപ്ലേസ് ഒന്നുമില്ല.
എത്രക്ക് ചെയ്തു നമുക്ക് 15,80 കൊടുക്കാം. 15,80,000 കൊടുക്കാം. സെറ്റ് ഓട്ടോമാറ്റിക് കേട്ടോ, ടോപ്പ് മോഡൽ ടൂറിസ്റ്റ് സ്പോട്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? ഓക്കെ. ഇത് ഗ്രേപ്പ് കളർ, 2018 G മാനുവൽ. എത്രക്ക് ചെയ്തു കൊടുക്കാം നമ്മള്? ഇത് നമുക്ക് 13,25 കൊടുക്കാം. 13,25. അപ്പൊ നമ്മളൊരു റീപ്ലേസും കാര്യം ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ഇന്റീരിയർ നമുക്ക് കാട്ടി കൊടുത്തേക്ക്. ഇതിന് ഇന്റീരിയർ ജസ്റ്റ് കാണിച്ചാ. ഓ, ഇത് കിടിലം വൈറ്റ് കളറാണല്ലോ. അത് നിങ്ങൾ ചെയ്തതാ? അല്ല, ഇതിൽ തന്നെ സീറ്റ് നമ്മൾ മാറ്റുന്നത്, വേറെ ചെയ്തിട്ടില്ല. സീറ്റ് കവർ ഉഷാറാണ് കേട്ടോ, നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, എന്തായാലും സത്യമാണല്ലേ, ഇന്റീരിയർ നോക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ടൂറിസ്റ്റ് സ്പോട്ട് ഒന്ന് കാട്ടി കൊടുത്തേക്ക്. ഇന്റീരിയർ ടൂറിസ്റ്റ് സ്പോട്ട് ഒന്ന് കാട്ടി കൊടുത്തേക്ക്. ടൂറിസ്റ്റ് സ്പോട്ടിന് ഇന്റീരിയർ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഫുൾ ലെതർ സീറ്റ് കാര്യങ്ങൾ. അതേപോലെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകൾ വരുന്ന ഒരു വാഹനമാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു വണ്ടി നമുക്ക് മുന്തിരി കളർ എത്ര കൊടുക്കാം? മുന്തിരി കളർ പറഞ്ഞല്ലോ, 13,25 കൊടുക്കാം ലാസ്റ്റ്. അതെ, എന്തെങ്കിലും കുറച്ച് കൊടുത്തൂടെ? എന്തെങ്കിലും ചെറിയ മാറ്റം കസ്റ്റമർ വരുമ്പോ ചെയ്ത് കൊടുക്കാം നമുക്ക് അല്ലേ? ഓക്കെ. അപ്പൊ ഈ വാഹനങ്ങളൊക്കെ നല്ല പ്രൈസ് ആണ്. മാത്രല്ല നമുക്ക് ഓണർഷിപ്പ് ഒക്കെ എന്താ പാട് മൊത്തത്തില്? ഓണർഷിപ്പ് ഇതിൽ 90% സിംഗിൾ ഓണർ വണ്ടിയാണ്. 1-2 വണ്ടി മാത്രമേ സെക്കൻഡ് ഓണർ ഉള്ളൂ. ഓക്കെ. പിന്നെ ഒരു ഡാറ്റ്സന്റെ ചെറുവണ്ടി എക്സ്ചേഞ്ച് വന്ന വണ്ടി ചെറിയ വിലക്ക് കൊടുക്കും നിങ്ങള്? ഇതെല്ലാം എക്സ്ചേഞ്ച് ബാക്കിയെല്ലാം എക്സ്ചേഞ്ച് വന്ന വണ്ടികളാണ്. ഇത് 2018 ZDI ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര കൊടുക്കാം? ഓട്ടോമാറ്റിക് വണ്ടി ഡീസൽ. ഇത് നമുക്ക് 5,80 കൊടുക്കാം. 5,80,000 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ഡീസൽ സിംഗിൾ ഓണർ വണ്ടി. 70,000 കിലോമീറ്റർ ഓടിച്ചോളൂ കേട്ടോ. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തോളി. ഫോർച്യൂണർ വെയിറ്റിംഗ് ആണ് കേട്ടോ. ന്യൂ മോഡൽ ഫോർച്യൂണർ പഴയതൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ചെറു വണ്ടികൾ കാണിച്ചിട്ട് ഫോർച്യൂണർ സെക്ഷനിലേക്ക് കടക്കാം. അപ്പൊ ഇനി ഒരു ചെറിയ 2016 ചെറിയ ഫാമിലി 68,000 കിലോമീറ്റർ 2,15 കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. ഒരു ആളുള്ള ഫാമിലിക്കൊക്കെ അത്യാവശ്യം 7 സീറ്റ് വണ്ടിയാണ്. പറ്റിയൊരു വണ്ടി. 2,15 7 സീറ്റ് ആണ്. മോഡൽ ഉണ്ട്. 68,000-70,000 കിലോമീറ്റർ ചോടായി ഓടിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഇത് വെന്യൂ 2019 ഫുൾ ഓപ്ഷൻ 19 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് സൺറൂഫ് ഉള്ള വണ്ടി. ഓക്കെ. ടോപ്പ് മോഡൽ വണ്ടി. ബോണറ്റ് മാറിയിരിക്കുന്നത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. മാനുവൽ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. ഓക്കെ. ഇത് നമുക്ക് 7,10 കൊടുക്കാം. 7,10 ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി. SX അല്ലേ? ഇന്റീരിയർ കാട്ടി കൊടുത്തു കേട്ടോ. ഓക്കെ. ഇതിന് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. അതേപോലെ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഇത് നല്ല റേറ്റ് ആണല്ലോ. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒരു ഫാമിലിക്ക് 5 സീറ്റ് ഉള്ള പ്രശ്നമില്ല. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് എത്തിയോസ് ഒറിജിനൽ കേരള വണ്ടി. എത്തിയോസ് 2012 ഡീസൽ പെട്രോളാ? ഡീസൽ. ഫുൾ ഓപ്ഷൻ നേരത്തെ ആളുള്ള വണ്ടി. കാര്യങ്ങളൊക്കെ അലവും കാര്യങ്ങളുള്ള വണ്ടിയാണ്. 2012. ഇത് 88,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള ജെനുവിൻ ഹിസ്റ്ററി, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാം ഒറിജിനൽ? 4,10 കൊടുക്കാം. 4,10 ഒറിജിനൽ കേരള വണ്ടി. അതർ സ്റ്റേറ്റ് അല്ല, ടാക്സിക്കാർക്ക് പറ്റും. എല്ലാവർക്കും വേണ്ടി കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഓടിയുള്ളൂ. ചെക്ക് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ടെറാനോ 85. ഇത് 2014 നവംബർ കമ്പനി സർവീസും കാര്യങ്ങളുണ്ട്. 82,000 കിലോമീറ്റർ സർവീസ് ഉണ്ട്. പുതിയ ടയറാണ്, പുതിയ ഇൻഷൂർ ആണ്. ഓക്കെ. എത്രക്ക് എടുക്കും? നമുക്ക് 4,40 കൊടുക്കാം. 4,40 നെറ്റ് 4,40 ലാസ്റ്റ് കിട്ടണം. അതെ, ഫൈനൽ പ്രൈസ്. അതെ. ഇത് 2015 ഡസ്റ്റർ 85. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,40 ഓടിക്കുന്നത്. എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം? ഇത് നമുക്ക് സെയിം റേറ്റിന് കൊടുക്കാം. 4,40 ഇതും 4,40 സെയിം റേറ്റ്. 4,20 കൊടുക്കാം. 4,20 സ്പോട്ടിൽ 20,000 രൂപ ഡിസ്കൗണ്ട്. അതെ. ഓക്കെ. വണ്ടികളൊക്കെ കണ്ടീഷൻ സെറ്റ് ആണ്. ഫുള്ള് കണ്ടീഷൻ വണ്ടി. അപ്പൊ സർവീസ് ഉള്ള വണ്ടികളല്ലോ. ഒരു ക്രിസ്റ്റ കാണുന്നുണ്ട്, ഇന്നോവ ഉണ്ട്. നമ്മൾ ഈ 44 വണ്ടി ഫുള്ള് സർവീസ് ഉള്ള വണ്ടികൾ. എല്ലാ വണ്ടികളും ജെനുവിൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? സർവീസ് ഇല്ലാത്ത വണ്ടി ഒറ്റ ഫോർച്യൂണർ മാത്രമേ ഉള്ളൂ. ഒറ്റ വണ്ടി മാത്രം. ബാക്കിയുള്ള സർവീസ് അതിനനുസരിച്ച് റേറ്റ് കുറച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു ക്രിസ്റ്റ ഉണ്ട്. അത് മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെ വരും? ഇത് 2017 നമ്പർ ആക്കിയിട്ട് 13,20 കൊടുക്കാം. 17 മോഡല് 13,20,000 രൂപക്ക് നമ്പർ ആക്കിയിട്ട്. നല്ല റേറ്റ് ആട്ടോ, നല്ല ഗ്യാപ്പുള്ള റേറ്റ് ആണ്. ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചേരുന്ന വൈറ്റ് കളറുമാണ്. ഓക്കെ. അപ്പോ അടുത്തതായിട്ട് നമുക്ക് 2012 ഇന്നോവ G മാനുവൽ നമ്പർ നമുക്ക് 6 രൂപ കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 6 ലക്ഷം രൂപ കൊടുക്കാം. എന്തെങ്കിലും റേറ്റ് കുറവ്? റേറ്റ് മൊത്തത്തിൽ ടാക്സ് എല്ലാം പൊട്ടിച്ചു കൊടുക്കുക. അത് തന്നെ നമ്മള് പുതിയ വണ്ടിക്ക് പൊട്ടിക്കണ പോലെ നമ്മള് സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് പൊട്ടിച്ചു. ഓക്കെ. പൈസ ഇനി കുറച്ച് വെച്ച് ആരും വിളിക്കരുത്. ഫൈനൽ പ്രൈസ് ആണ് മൂപ്പര് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് താറ് അല്ലേ? താറ് യുവാക്കളുടെ ചെക്കന്മാരുടെ ഒക്കെ ഹരായിട്ടുള്ള താറ്. ഒരുപാട് എക്സ്ട്രാ ഈ ടയറിനെ കൊടുക്കണം.
ചങ്ങായിമാരെ നല്ല റേറ്റ്. ഇതിന് പ്രത്യേകിച്ച് 2 ടയർ ഉണ്ട്. ഇത് വലിയ ടയറുണ്ട്, ചെറുത് വേറെ ആണെങ്കിൽ അങ്ങനെ കസ്റ്റമർക്ക് കൊടുക്കാം. നമ്മളെ കയ്യിലുണ്ട്. അലോയിൽ അടക്കമുള്ള ടയറുണ്ട്. ചെറിയ ടയർ, ചെറിയ ടൈപ്പ് ചെറുതുണ്ട്. അതെ. 2017 4x4 മാനുവല് 2.5 എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത വണ്ടിയാണ്. സൺറൂഫ് അടക്കമുണ്ട്. ഹാർഡ് ടോപ്പ് ചെയ്താണ്. എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 680 കൊടുക്കാം. 6,80,000 കൊടുക്കാം. 680 NOC കൊടുക്കും. NOC നമുക്ക് കൊടുക്കാം. ഇത്രയും ചെയ്ത വണ്ടി. അതെ. ഓക്കെ, ഏതായാലും ഒരു 2-2.5 ലക്ഷം രൂപ ഇറക്കിയ വണ്ടി 680 നമുക്ക് ചെയ്തും കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇന്നോവ കാണുന്നുണ്ട്. ഇത് എങ്ങനെ ഡീറ്റെയിൽ? 2015 നവംബർ 2005 ഇന്റർകൂളർ ആണ്, സിംഗിൾ ഓണർ ആണ്, ഡയമണ്ട് കട്ട് അലോയും കാര്യങ്ങളിലാണ്. ഇത് കിലോമീറ്റർ 1.14 കമ്പനി സർവീസ് ഉള്ള വണ്ടി. 1.14 ഇന്നോവനെ അപേക്ഷിച്ച് അതൊരു കിലോമീറ്റർ അല്ല. അതെ, തീർച്ചയായിട്ടും. കാരണം ഇന്നോവ അത്യാവശ്യം നല്ല ഓടുന്ന വണ്ടിയാണ്. അപ്പൊ 1.14 ഒരു വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 860 കൊടുക്കും. 8,60,000 2015 വണ്ടി നമുക്ക് കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ നല്ല കിടിലൻ കമ്പനി അലോയിലൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പൊ അടുത്തതായിട്ട് ഫോർച്യൂണർ. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടി, മാത്രമല്ല അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ് ന്യൂ മോഡൽ ഫോർച്യൂണർ കേട്ടോ. ഇങ്ങനെ ഡീറ്റെയിൽ വരും. ഇത് 2019 2 വീൽ ഓട്ടോമാറ്റിക് 1,02,000 കിലോമീറ്റർ ജെനുവിൻ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ഡിക്കി മാറിക്കുന്നു. ഡിക്കി റീപ്ലേസ് ആണ്. അതെ, കമ്പനി സർവീസും കാര്യമുള്ള വണ്ടിയാണ്. നമുക്ക് 24 ലക്ഷം രൂപ കൊടുക്കുന്നത്. 24 ലക്ഷം രൂപ. NOC 24 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 2019 ആണ് നമുക്ക് ഈ റേറ്റിന് തരുന്നത് കേട്ടോ. 2 വീൽ ഓട്ടോമാറ്റിക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് വാഹനമായിട്ട് എനിക്ക് തോന്നിയത് 8,50,000 രൂപക്ക് 2012 2 വീൽ മാനുവൽ വണ്ടി. ഈ റേറ്റിൽ സിംഗിൾ ഓണർ വണ്ടി, റീപ്ലേസ് ഇല്ലാത്ത ഇത് ലാസ്റ്റ്. അതെ, അല്ല എന്നാലും ചോദിക്കും ആൾക്കാര് എത്ര കുറച്ച് കൊടുത്താലും ഇനി കുറച്ച് കൊടുക്കുമെന്ന് ചോദിക്കും. നമ്മളെ ഫോളോവേഴ്സ് നമ്മളെ കസ്റ്റമർ സ്പെഷ്യൽ ആയിട്ട് ഈ പറഞ്ഞ റേറ്റും ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് ഫോർച്യൂണർ 2017 2 വീൽ ലെജൻഡറിലേക്ക് മാറ്റിയതാണ്. ഇന്റീരിയർ അടക്കം മാറ്റിയിരിക്കുന്ന സെറ്റും കാര്യങ്ങളും ഒന്ന് കാട്ടി കൊടുത്തേക്ക്, വീഡിയോ കാട്ടി കൊടുത്തേക്ക്. ഇന്ത്യൻ 1,49,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി 2 വീൽ ഓട്ടോമാറ്റിക്. ലാൻഡ് ക്രൂസിന്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ, ഈ വണ്ടി എത്ര കൊടുക്കാം? ഇത്രയും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്ത വണ്ടി ഇത് നമുക്ക് 22,80,000 കൊടുക്കാം. 22,80,000 കൊടുക്കാം. 22,60,000 കൊടുക്കാം. ഓക്കെ, 22,60,000 രൂപക്ക് ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് അല്ലേ? ഓക്കെ, ഇനി ഇതൊന്നും ചെയ്യാനില്ലല്ലോ? അല്ല, ഒന്നും ചെയ്യാനില്ല. ഇത് ഫ്രണ്ടും ബാക്കും ഫുള്ള് മാറ്റി, ഇന്റീരിയർ അടക്കം മാറ്റിയല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കേരളത്തിലേക്ക് നമ്പറായ ഫോർച്യൂണർ, അത് ഫാൻസി നമ്പറുള്ള വണ്ടി. റേറ്റ് പൊട്ടിച്ച് കൊടുക്ക്. 2012 4x4 മാനുവൽ 9 ലക്ഷം രൂപ കൊടുക്കുക. നമ്പറായ വണ്ടി 9 ലക്ഷം രൂപ. 4x4 മാനുവൽ നമ്പറായ വണ്ടി ഫൈനലാ? 9 ലക്ഷം റൈറ്റ് എനിക്ക് അറിയാലോ. എന്നാലും ഫൈനലാണോ? ഫൈനൽ എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കട്ടെ. അത് ഇത് ലോണ് കിട്ടുമോ? ലോണ് കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടും. 2 കൊല്ലത്തേക്ക് നമുക്ക് ഫിനാൻസ് കിട്ടും. നല്ല പ്രൈസാണ്. അപ്പോൾ ആരെങ്കിലും ഫോർച്യൂണർ നോക്കുന്നുണ്ടെങ്കിൽ നമ്പറായ വണ്ടി നല്ല പ്രൈസിന് കൊണ്ടുപോയിക്കോളെ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും 2017 4x2 ഓട്ടോമാറ്റിക് 1,02,000 കിലോമീറ്റർ ഓടിക്കുന്നത്. സിംഗിൾ ഓണർ കമ്പനി സർവീസ്, ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ട് ഇടിക്കുക എല്ലാം ഒറിജിനൽ. 2017 11 മാസം വണ്ടി. ഇത് 22,50,000 കൊടുക്കാം. 22,50,000 രൂപക്ക് പൊട്ടിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന വണ്ടി കണ്ടിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു കളർ കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നൊരു വണ്ടി. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഫോർച്യൂണർ പരിചയപ്പെട്ട. ഇതെന്താ അലോയിലൊക്കെ കിഡിലൻ സാധനം ചെയ്തുകൊണ്ടല്ലോ. GTR-ന്റെ സോറി RT ഏതാണ്? GTR-നെ തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2016 17 രജിസ്ട്രേഷൻ, 1,16,000 കിലോമീറ്റർ. പ്രോപ്പർ ഹിസ്റ്ററിയാ? അതെ. സർവീസും കാര്യങ്ങളും റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര കൊടുക്കാം? നമുക്ക് ലാസ്റ്റ് 21,60,000 കൊടുക്കാം. 21,60,000 അല്ലേ? ഓക്കെ, ഓക്കെ. ഇതിന് ഈ 3 വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട്. അതായത് ഇന്റീരിയർ നോക്കാൻ നമുക്ക് മനസ്സിലാവും അല്ലേ? നമുക്ക് എക്സ്റ്റീരിയർ കണ്ട പോലെ ഇന്റീരിയർ നല്ല ക്വാളിറ്റി ഉണ്ട്, എക്സ്റ്റീരിയറും ക്വാളിറ്റി ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ അടിപൊളി വണ്ടിയാണ്. അപ്പോൾ കിഡിലെ 4 അലോയ് വീൽസ് ഒക്കെ ചെയ്ത വണ്ടി ഈ റേറ്റിൽ നല്ലൊരു ബെനിഫിറ്റ് ആണ്.
എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഫ്രീ അല്ലേ? അതെ. എങ്ങനെയാണ് നമ്മളെ ഇന്നത്തെ ഒരു ഓഫർ ക്രിസ്റ്റ ആൻഡ് ഫോർച്യൂണർ എപ്പിസോഡ്? അടിപൊളി എപ്പിസോഡായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ റേറ്റ് നല്ല മാന്യമായ റേറ്റ് മാത്രമല്ല, സിംഗിൾ ഓണർ ആൻഡ് ലോ കിലോമീറ്റർ വണ്ടികളും നമ്മളെ വൈറ്റ് 3-4 വണ്ടി വരാനുണ്ട് കേട്ടോ. ഈ ആഴ്ച വരാനുണ്ട്. അവിടെ കണ്ടെയ്നർ വിട്ടിട്ട് നമ്മൾ ഗുണ്ടിൽപേട്ട് എത്തും. നമുക്കെല്ലാം ഗുണ്ടിൽപേട്ട് എത്തും. നമ്മൾ ഫുൾ വണ്ടി നമ്മളതായിരിക്കും ഉണ്ടാകുക. 6-8 വണ്ടി ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്തില്ല. കസ്റ്റമർ വൈറ്റ് ക്രിസ്റ്റ ജി ഓട്ടോ സെഡ് ഓട്ടോ വേണമെങ്കിൽ കസ്റ്റമർ നേരിട്ട് കോൺടാക്ട് ചെയ്തോളി. ആ ടൈം ആകുമ്പോഴേക്ക് 4 ദിവസം കൊണ്ട് വണ്ടി എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നല്ലൊരു പ്രൈസ് ആണ്. അപ്പൊ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നേരെ നമ്മളെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കേ. ഇത് കോഴിക്കോട് നരിക്കുനി പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ് വരുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ പുതിയ ഓഫീസ് തുടങ്ങുന്നുണ്ട്. സെറ്റ് ആവട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് തൽക്കാലം ഇവിടെ വെച്ച് അതിന്റെ ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.